എടാ എന്റെ അക്കൗണ്ട് പോയി എനിക്ക് ആരടുത്തൊന്നും തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പൊ. എന്റെ വണ്ടി വന്നിട്ട് ഒരുത്തൻ അടിച്ചു പൊട്ടിച്ച് ഒരുത്തിനും ഒരു കമ്പനിക്കാരനോ അവനത് ചെയ്തതിന്റെ പേരില് ഞാൻ പറഞ്ഞു ഇന്നെ എല്ലാരും ആദ്യം ഞാൻ ഈ ഷാജാൻക്ക് നടുക്കിട്ടിപ്പോ എല്ലാരും വന്നിട്ട് പറഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റാണ്. അപ്പൊ ഞാൻ ഓന്റെ അടുത്ത് ഞാൻ പറഞ്ഞെന്ത് ഇത് ഞാൻ നിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോയേക്കും ഓലെല്ലാരും എടാ കള്ളം നാറി. ഇനി ഈ പട്ടി മോങ്ങണമാതിരി മോങ്ങാൻ നാണല്ലേ? ഇത് കേരളത്തിൽ ഒരു വട്ടം തന്നെ ഇങ്ങനെ കുറെ അലിഗേഷൻസ് സൃഷ്ടിച്ചിട്ട് നാട്ടുകാരെ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് വേർതിരിക്കാൻ നോക്കിയ പന്നല്ലേ ഇജു എന്റെ ഷാജാനും. ഇനി ഇജ് പട്ടി മോങ്ങണമാതിരി മോങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും കേട്ടിട്ട് മിണ്ടാതെ ഞാൻ ഇരിക്കുന്നതാണോ വിചാരിച്ചത്? ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞത് വെറുതെ ഒന്നല്ല. ഇതൊക്കെ താനും തൻ്റെ ഷാജാനും അനുഭവിക്കേണ്ട തന്നെയാണ്. അനുഭവിച്ചൂട്. മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ നാറികൾ വരും. അതും മലപ്പുറത്ത് നിന്നാന്ന് അറിയുമ്പോണ്ടല്ലോ ചൊറിഞ്ഞ് കയറുന്നുണ്ട് കുറെ ചെന്നായികളുണ്ട് ഇതേമാതിരി.